ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാവിലെ ഏതാണ്ട് രാധമ്മ ഗുഡ് മോർണിംഗ് ഐശ്വര്യ മോളെ എന്നിങ്ങനെയൊക്കെ കേന്ദ്രമന്ത്രിയുടെ മോളെ വിളിച്ച് സംസാരിക്കുവാണ്. ആ ജാടക്കാരിയും വലിയ സന്തോഷത്തോടെ ഗുഡ് മോർണിംഗ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. എന്നാലാണെങ്കിലോ നമ്മുടെ രാജു ഈ സമയത്ത് ആകെ ടെൻഷനിലാണ്. ഋതിക ഇപ്പോൾ ഓഫീസിൽ പോകാൻ ഇറങ്ങിക്കാണുമോ? അവൾ അഥവാ അങ്ങോട്ട് ചെന്നാൽ ഇന്ന് ആ സന്ദീപ് അവൻ നേരത്തെ തന്നെ ഓഫീസിൽ എത്തിക്കഴിയും. അവസരം വീണ് കിട്ടിയാൽ അവൻ വീണ്ടും ഋതികയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിലെത്തണം. രാധമ്മ ഐശ്വര്യയോട് കത്തി വെച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടോണ്ട് നമ്മുടെ വേണുവേട്ടൻ ചോദിക്കുന്നത്, രാവിലെ ഫോണിൽ തന്നെ ആണല്ലോടി വേണുവേട്ട, ഐശ്വര്യ മോള. അപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നു, ആൻറ്റി എൻഗേജ്മെൻ്റ് ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ എന്തായി? അതൊക്കെ ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മോളെ. ഇന്ന് തന്നെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തും. അയ്യോ ആണോ ആൻറ്റി? എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ? അത് എന്തൊരു ചോദ്യമാണ് മോളെ. ഈ വീട് മോടെയും കൂടെ വീടല്ലേ. മോൾ ഇങ്ങോട്ട് വരുന്നതിന് ആരുടെയെങ്കിലും അനുവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? അതേ രാധമ്മേ ഇങ്ങനെയൊക്കെയാണോ നിയമം? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിലിങ്ങനെ കയറി ഇറങ്ങണോ? ഇങ്ങനെ ആയിരുന്നോ രാധമ്മേ പണ്ട് നീ വേണുവേട്ടൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയിരുന്നോ? പിന്നെ ഇച്ചിരി പണവും സൗകര്യം വന്നപ്പോൾ അതൊക്കെ അങ്ങ് മറന്നുപോയോ രാധമ്മേ? വേണുവേട്ടൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. വേണുവേട്ടനെ ദേഷ്യം കൊണ്ട് ഈ പെണ്ണെന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? ഈ പെണ്ണിനെ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതല്ലായിരുന്നോ? മോളെ അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ അന്വേഷണം പറയണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജു മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണ് സ്പീഡിലാണ് ഓഫീസിൽ പോകാനായിട്ട്. പെട്ടെന്ന് രാധമ്മ മോളെ ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് കട്ട് ചെയ്തിട്ട് രാജുവിനെ കൈക്ക് പിടിച്ച് അവിടെ നിർത്തി. മോനിന്ന് ഓഫീസിലോട്ട് പോകണ്ട. ഓഫീസിൽ പോകണ്ടെന്നു എന്ത് പറ്റിയമ്മേ? മോനെ ഐശ്വര്യ മോൾ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. രാജു തൻ്റെ പെട്ടെന്ന് വേണുവേട്ടനെ ഒരു നോട്ടം. ഞാൻ ഈ നാട്ടുകാരനേ അല്ലെന്നുള്ള ഭാവത്തിൽ വേണുവേട്ടനെ അങ്ങ് തിരിഞ്ഞിരുന്നു. അമ്മേ ഞാൻ എന്തിനാ അമ്മേ അതിന് ഓഫീസിൽ പോകാതിരിക്കേണ്ടത്? രാജു മനസ്സിൽ പറയാം, അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ഓഫീസിൽ പോയേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ പാവൻ ഋതിക. പെട്ടെന്ന് രാജു, അമ്മേ എനിക്ക് ഓഫീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അമ്മേ എനിക്ക് ഇപ്പം തന്നെ ഇറങ്ങണം, ഇപ്പം തന്നെ ലേറ്റായി. എന്തോ നാടാ ഭാവി വധു വീട്ടിലോട്ട് വരുന്നെന്നറിഞ്ഞപ്പോൾ ഇന്നിനക്ക് ഓഫീസാണോടാ ചെക്ക? മോനെ എൻഗേജ്മെൻ്റ് ഡ്രസ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിരുന്നില്ലേ? ആ ഡ്രസ്സൊക്കെ ഇന്നിവിടെ വരും. മോനെ അമ്മ പറയുന്ന കേക്ക്. ഇന്ന് ഒരൊറ്റ ദിവസം ഇന്ന് മോൻ്റെ ജോലികളൊക്കെ മോൻ്റെ കുഞ്ഞ് കമ്പ്യൂട്ടറിൽ വീട്ടിലിരുന്ന് അങ്ങോട്ട് ചെയ്യും മോനെ. അമ്മയ്ക്ക് വേണ്ടിയല്ലേ മോനെ, പ്ലീസ് മോനെ. രാജു ആകെ ആശയക്കുഴപ്പത്തിലായി. അല്ലെങ്കിലും രാജുവിന് തൻ്റെ ഇടവില്ലല്ലോ. എവിടെ തൻ്റെ ഇടവെടുക്കണം? അവൻ വളരെ പഞ്ചപുച്ചവടക്കി വേറും ഒരു പാവത്താനെ പോലെ നിൽക്കും. ഇതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതം എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുന്നത്. നീ എന്തുവാ രാജു ഇത്ര ആലോചിക്കുന്നേ? അതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? സ്വന്തം കമ്പനിയിൽ ഒരു ദിവസം ജോലിക്ക് അങ്ങോട്ട് പോയില്ലെന്നല്ല ഉള്ളു. നിനക്ക് ലീവ് എടുക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. ദൈവമേ ഇനി എന്ത് ചെയ്യും? ഉടനെ രാജു അവൻ്റെ ഷർട്ട് അങ്ങ് ഊരിയിട്ട്, എന്ത് ചെയ്യാനാ, അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. കണ്ടോ വേണുവേട്ട, എൻ്റെ മോൻ ഞാൻ പറയുന്നതേ കേൾക്കൂ. ഇതാണ് അമ്മ മോനെന്ന് പറയുന്നത്. മോനെ ഓഫീസിൽ വിളിച്ചിട്ട് എൻഗേജ്മെൻ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാൻ 2 മോഡലുകളെ ഇങ്ങോട്ട് വിളിച്ചു വിട്. ശരിയമ്മേ എന്നും പറഞ്ഞ് രാജു ഫോണും എടുത്തോട്ട് പുറത്തോട്ട് പോവാ. രാജു ഇക്കണക്കിന് പോയാൽ നീ കേന്ദ്രമന്ത്രിയുടെ അല്ല, ഏതെങ്കിലുമൊക്കെ മന്ത്രിമാരുടെ മക്കളെയൊക്കെ നീ കെട്ടേണ്ടി വരും. നീ ഇങ്ങനെ രാധമ്മയുടെ അഹങ്കാരത്തിനൊത്ത് തുള്ളിയാലേ നിന്റെ ജീവിതം സ്വാഹ. പ്രിയ മഹാറാണി ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുവാണെന്നാ തോന്നുന്നത്. രാധമ്മ പറയാം, ഈ പെണ്ണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എത്ര നേരമായി? വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോവും. രാധമ്മയുടെ ഈ തുള്ളല് കണ്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുന്നു, വന്ന് നിനക്കിപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അങ്ങ് ധൃതിയായി അല്ലേടി? അത് കൊള്ളാം. വേണുവേട്ടൻ എന്തൊരു വർത്തമാനമായി പറയുന്നത്. എൻ്റെ മോൻ്റെ വിവാഹക്കാരിയുവാ. രാജു പുറത്തിറങ്ങിയിട്ട് സ്വാമിയെ ഫോൺ ചെയ്ത് വിളിക്കുവാണെന്ന് തോന്നുന്നു. സ്വാമി എന്തോ ജോലി. ഇതാരായി മെനക്കെടുത്താനായിട്ട്? അയ്യോ സാറാണല്ലോ. അയ്യോ സാറേ എന്താ? സ്വാമി അമ്മ പറഞ്ഞ് എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സൊക്കെ റെഡിയായെന്ന്. ശരിയാണോ? ശരിയായെന്നാ തോന്നുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞു സാർ. ഇനി എനിക്ക് തോന്നുന്ന ചെറിയ ചെറിയ മിനുക്ക് പണികൾ മാത്രമായിരിക്കും. അതൊന്നും സാരമില്ല സ്വാമി, കഴിഞ്ഞിടത്തോളം മതി. അത് എത്രയും പെട്ടെന്ന് വീട്ടിലൊന്ന് എത്തിച്ചേരെ. അമ്മ ആകെ എക്സൈറ്റഡാ. അയ്യേ നാണം കെട്ട രാജു, അപ്പോൾ നീ 2 വള്ളത്തേലും കാലുകുത്താനിരിക്കുവാണോ? നിനക്ക് നാണമില്ലേ? നിനക്കൊരാണത്തമില്ലേ? ഞാൻ കരുതിയത് ആ ഡ്രസ്സിനകത്ത് എന്തെങ്കിലും കുഴപ്പം കാണിച്ച് കൊടുത്തു വിടല്ലേന്ന് പറയാനായിരിക്കും. ഇത്ര ചീപ്പായി പോകരുത് രാജു. പിന്നെ സ്വാമി ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കാനേ 2 മോഡൽസിനെ വേണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു. മോഡൽസ് ഒന്നും വേണ്ട സ്വാമി, ആ സ്ഥാനത്ത് സ്വാമി ഋതികയും കുട്ടിങ്ങി വന്നാൽ മതി. എന്തിനാ രാജു ഇത്രയ്ക്ക് മോശമാ ചെയ്യണോ? ആ ഋതികയെ അവിടിട്ട് നാണം കെടുത്തണോ? ആ കേന്ദ്രമന്ത്രിയുടെ മോൾ അഹങ്കാരിയായ ഐശ്വര്യയുടെ മുന്നിലിട്ട്
ഇത്രയൊക്കെ വേണോ രാജു? നിന്റെ അമ്മയെ നിനക്ക് നന്നായിട്ട് അറിയാവേ, എന്നിട്ടാണോ ഈ മണ്ടത്തരം കാണിക്കാൻ ഒരുങ്ങുന്നത്? എന്നിട്ട് എന്തൊക്കെയോ വീണ്ടും രാജു സ്വാമിയോട് പറയുന്നുണ്ട്. അതെന്ത് നല്ല വർത്തമാനമാണെന്ന് തോന്നുന്നു. സ്വാമി നല്ല സന്തോഷത്തിൽ ചിരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ സ്വാമി? ആ, എനിക്ക് മനസ്സിലായി സാറേ. കേന്ദ്രമന്ത്രിയുടെ മോളല്ലേ, വലിയ കൊമ്പത്ത മോള്. ദാണ്ട് അവിടെ വരവും കാത്ത് രാധമ്മയും പ്രിയയും ഇങ്ങനെ അക്ഷമയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. വേണുവേട്ടനാണെങ്കിൽ ദുഃഖിച്ച് ദാണ്ട താടിക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ദാണ്ട് ഐശ്വര്യ അങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഐശ്വര്യയെ കണ്ടതും പെട്ടെന്ന് രാധമ്മയും പ്രിയ അങ്ങ് ചാടി എഴുന്നേറ്റ് ഐശ്വര്യ അങ്ങോട്ട് വന്നിട്ട് ഹായ് ആൻറ്റി, ഹായ് അങ്കിൾ. വേണുവേട്ടൻ മൈൻഡ് ചെയ്യുന്നില്ല. പെട്ടെന്ന് രാധമ്മ അവൻ്റെ മോളിങ്ങോട്ട് വാ, മോളിരിക്കും. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? സുഖമായിരുന്നു ആൻറ്റി. അച്ഛനും അമ്മയും എന്ത് പറയുന്നു? അച്ഛൻ കുറച്ച് ബിസിയാണ്. അമ്മയാണെങ്കിൽ അമ്മയുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയിരിക്കുക. മോളാണെങ്കിൽ എവിടൊക്കെ വലിഞ്ഞു കയറാവോ അവിടൊക്കെ വലിഞ്ഞു കയറാനായിട്ട് ഇങ്ങനെ ചുറ്റി അടിച്ച് നടക്കുക. അപ്പോൾ നമ്മുടെ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. ഹേ രാജു എന്നും പറഞ്ഞ ഓടിച്ചെന്ന് രാജുവിനെ കെട്ടിപ്പിടിക്കാനായിട്ട് നോക്കി. രാജു കൈകൊണ്ട് അങ്ങ് തടുത്തു നിർത്തി. എന്നിട്ട് അവിടെ തന്നെ നിന്നാ മതി എന്നുള്ള കണ്ണുകൊണ്ട് ഒരു ആക്ഷനും കാണിച്ച് രാധമ്മയും പ്രിയയും ഇങ്ങനെ ഞെട്ടി നിൽക്കുക. എല്ലാവരുടെയും മുന്നിൽ ചമ്മലോടെ തണ്ട് ഐശ്വര്യയും നിൽക്കുന്നുണ്ട്. ചമ്മി വിളറി നാണിച്ച് നിൽക്കുന്ന ഐശ്വര്യ നോക്കിയിട്ട് നമ്മുടെ വേണുവേട്ടൻ പറയുന്നത്, മോളൊന്നും ചിന്തിക്കണ്ട, അവൻ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. അതൊക്കെ എനിക്കും അങ്ങനെ തന്നെ അങ്കിളെ ഇഷ്ടം. പക്ഷേ രാജുവിൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ ഫോർമാലിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. രാജുവിൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ. അപ്പോൾ വേണുവേട്ടന് അർത്ഥം വെച്ച ചിരിയോട് അതെ അതെ, അത് തന്നെയാണ് അവനും ഉദ്ദേശിച്ചത്. ഭർത്താവാകാൻ പോകുന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. വീണടുത്ത് കിടന്ന് ഉരുളുവാ ഐശ്വര്യ. ആൻറ്റി, അങ്കിള് പറഞ്ഞത് വളരെ കറക്റ്റാ. നിങ്ങളുടെ കുടുംബമാണ് ഒരു മാതൃകാ കുടുംബം. ആൻറ്റിയും അങ്കിളും എത്ര നല്ല രീതിയിലാണ് രാജുവിനെ വളർത്തിയത്. രാജുവിൻ്റെ ഓരോ പെരുമാറ്റത്തിൽ കൂടെയും എനിക്കത് വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നീ എന്തോന്ന് മനസ്സിലാക്കിയടാടി. നിന്നെ ഇഷ്ടമില്ലെന്നല്ലേ അവൻ കാണിക്കുന്നത് മൊത്തം. അതുപോലെ മനസ്സിലാക്കാൻ അറിയാൻ വയ്യാത്ത മന്ന ബുദ്ധിയാണല്ലോ നീ. ഇന്നത്തെ കാലത്ത് രാജുവിനെ പോലൊരു ജീവിത പങ്കാളി എനിക്ക് കിട്ടുന്നത് എൻ്റെ ഭാഗ്യമാണ്. ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളെപ്പോലും ഞാൻ ഇങ്ങനെ തന്നെ വളർത്തും. ഇത്രയ്ക്ക് അതിമോഹം വേണോ ഐശ്വര്യയെ? നമ്മുടെ വേണുവേട്ടനെ ചിരി സഹിക്കാൻ വയ്യ. വാ പൊത്തിപ്പിടിച്ചോണ്ട് മനസ്സിൽ പറയാ, പുതുമണവാട്ടി പുരപ്പുറം തൂക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പതാണ്ട ഞാൻ നേരിട്ട് കണ്ടു. ആ പ്രിയത്തമ്പുരാട്ടി പറയാ, എൻ്റെ രാജു അങ്ങനെയാ, സംസാരിക്കേണ്ടടുത്ത് മാത്രമേ അവൻ സംസാരിക്കൂ. ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യ എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. മോൾ എത്ര നേരം നിന്നാ വർത്തമാനം പറയുന്നത്? മോൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചായയും പലഹാരം എടുത്തോണ്ട് വരട്ടെ. രാധമ്മ പറയുക. രാജു മോനെ, നീ മോളോട് സംസാരിച്ചിരിക്കടാ എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ രാജു പറയുന്നുണ്ട്, എനിക്ക് ഓഫീസിലെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കും എന്നും പറഞ്ഞ് രാജു മുകളിലോട്ട് കയറി അങ്ങ് പോയി. രാജുവിൻ്റെ ആ പെരുമാറ്റം കണ്ട് ഐശ്വര്യ ഇങ്ങനെ വിഷമിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് പ്രിയ, ഐശ്വര്യക്കുട്ടി വെഡിങ്ങിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലേ ചേച്ചി, ഒരുപാട് തിങ്സ് വാങ്ങിക്കാനുണ്ട്. അടുത്ത ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചേച്ചിക്ക് സമയം ഉണ്ടാവും, എന്നോടൊപ്പം വരാം. അത് കേട്ടതും പ്രിയയുടെ സന്തോഷം. ആ, ഞാൻ വരാമല്ലോ. അപ്പോൾ ഇനിയുള്ള ഷോപ്പിംഗ് എല്ലാം നമ്മൾ ഒരുമിച്ച്. ഇങ്ങനെ ഐശ്വര്യ പറയുമ്പോൾ വേണുവേട്ടൻ പ്രിയയെ ഒന്ന് നോക്കുന്നുണ്ട്. പ്രിയയ്ക്ക് അത് മനസ്സിലായി കളിയാക്കലാണെന്ന്. നമ്മുടെ സ്വാമിയുടെ കാർ അങ്ങോട്ട് വരുന്നു. കാറിൽ നിന്ന് സ്വാമി ഇതാണ്ട് ഇറങ്ങി വരുന്നു. കോട്ടും സൂട്ടും എന്തൊക്കെയോ ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരുന്നുണ്ട്. രാധമ്മ അങ്ങോട്ട് വരുമ്പോൾ, വേണ്ട മേഡം പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. രാധമ്മ പറയാ, ഈ കോട്ടും സൂട്ടും ഒക്കെ കൊണ്ടുവരാൻ മാത്രമാണോ ഞാൻ വിളിച്ചു പറഞ്ഞത്? അയ്യോ, അങ്ങനെയല്ലേ വിളിച്ചു പറഞ്ഞു. ആഹാ, അപ്പം ചോദ്യം ഇങ്ങോട്ടായോ? അയ്യോ സോറി മേഡം, കാര്യം അങ്ങോട്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. എടോ സ്വാമി, ഇതൊക്കെ ഇട്ട് കാണിക്കാൻ മോഡലിനെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് അവരെവിടെ? ആഹാ, അതാണോ? എന്നാൽ മേഡം ക്ഷമിക്കണം, ഒരു ചെറിയ തിരുത്തുണ്ട്. മോഡലുകളില്ല, ഒരാളെ വന്നിട്ടുള്ളൂ. മേഡം വേണ്ട അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറയുമ്പോൾ കാറ് തുറന്ന് ഋതികയെ ഇറങ്ങി വരുന്നു. ഋതികയെ കണ്ടതും ദേഷ്യത്തോടെ രാധമ്മ ഇങ്ങനെ രാജുവിനെ നോക്കുന്നു, സ്വാമിയെ നോക്കുന്നു. നമ്മുടെ വേണുവേട്ടന് സന്തോഷം കൊണ്ടുപോയി. രാധമ്മ അലറുക, ഇടോ മോഡലിനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇതാണോടോ കൊണ്ടുവന്നത്? മേഡം ഒന്നുകൂടി ക്ഷമിക്കും, മോഡലുകളെല്ലാവേ കൊച്ചിയിൽ ഒരു ഈവൻറ്റ് നടക്കുക, എല്ലാവരും അതുകൊണ്ട് തിരക്കില്ല. ഈ ഡ്രസ്സൊന്നും ട്രയൽ ചെയ്യാൻ മാത്രമല്ലേ, അതിന് ഈ കുട്ടി ധാരാളം. ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തത് ഈ കുട്ടിയാണ്. എടോ സ്വാമി, താൻ എന്നെ ദേഷ്യപ്പെടുത്തരുത്. മേഡം പ്ലീസ് ദേഷ്യപ്പെടാതെ. ഞാൻ ഈ ഡിസൈൻ ചെയ്ത ആളിനെ തന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നതെന്ന് മേഡത്തിനറിയാവോ? നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് നേരിട്ടങ്ങ് ഡിസൈനറോട് പറയാമല്ലോ. പാവം നമ്മുടെ ഋതിക ഇങ്ങനെ കാറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഒന്ന് കയറി വാന്ന് പറയാൻ പോലും അവിടെ ആർക്കും കഴിയില്ല.
രാജു, അവളുടെ അമ്മയുടെ പണം കൊണ്ടല്ലേ നീ പണക്കാരനായത്. ഇപ്പോൾ അറിഞ്ഞല്ലോ രഹസ്യങ്ങളൊക്കെ. ഇനിയെങ്കിലും നിനക്ക് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ? എങ്കിലേ ഈ രാധമ്മയുടെ അഹങ്കാരം ഒന്ന് മാറത്തുള്ളൂ. അപ്പോൾ ഋതിക അങ്ങോട്ട് കയറി വരുമ്പോൾ ദാണ്ട ഐശ്വര്യ ചോദിക്കുന്നു, ഇവളാണോ മോഡൽ? നന്നായിരിക്കുന്നു. രാധമ്മയ്ക്കൊരു സംശയം, എന്തിനാ ഈ പെണ്ണിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇനി ഋതിയായിട്ടുള്ള പഴയ കഥകൾ ഇവള് വല്ലതും അറിഞ്ഞു കാണുമോ? എടി, കഴിഞ്ഞ ദിവസം ഒരു കാരണവുമില്ലാതെ ക്ഷേത്രത്തിൽ വെച്ച് നീ എന്നോട് വഴക്കുണ്ടാക്കി. ഇന്നിനി എന്ത് പുകലുണ്ടാക്കാനാവോ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? ഋതിക ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. എന്താടി, നിന്റെ വായിൽ നാവില്ലേ? ഐശ്വര്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഋതിക ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് രാധമ്മ അഹങ്കാരം, ഡി മോള് ചോദിച്ചത് കേട്ടില്ലേ? എന്താടി നീ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഋതികയുടെ അമ്മയുടെ സ്വത്തിൽ ചവിട്ടി നിന്നോണ്ടാണ് രാധമ്മയെ നീ അഹങ്കരിക്കുന്നത്. മോള് ചോദിച്ചതിന് ഉത്തരം പറയടി. ഋതിക പറയാം, ഞാനിപ്പോൾ എന്താ പറയേണ്ടത്? കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടായതിന് നീ മോളോട് സോറി പറയാൻ. സോറി പറഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. രാജു ഉടനെ, അമ്മേ, ഇതിനാണോ അമ്മ എന്നെ ഓഫീസിലോട്ട് വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയത്? നിങ്ങൾ പ്രശ്നം പരിഹരിക്കോ മാപ്പ് പറയോ എന്തെങ്കിലുമൊക്കെ ആയിക്കോ. ഞാൻ ഓഫീസിലോട്ട് പോവാം, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അതിനിടയില ഓരോന്ന്. എടാ പോവല്ല, നിൽക്കുമോനെ. മോളെ ഐശ്വര്യ, ഈ പ്രശ്നം നമുക്ക് പിന്നീട് പരിഹരിക്കാം. മോൾ ആഗ്രഹിച്ചിരിക്കുന്ന പോലെ ആണോ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മോളെ. ഈ ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാ മോളെ നമ്മുടെ സമയം കളയുന്നത്? വേറെ നിവർത്തിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഐശ്വര്യ, അങ്ങനെ മതി ആൻറ്റി. എടോ സ്വാമി, താൻ ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി ആ ട്രെയിലൊന്ന് നോക്കിക്കേ. ഒരു പുഴുത്ത പട്ടിയെ കാണുന്ന പോലാണ് രാധമ്മയുടെ വർത്തമാനമൊക്കെ. രാധമ്മയുടെ ഈ അഹങ്കാരം കണ്ടിട്ട് വേണുവേട്ടന് ദേഷ്യം വരുക. മനസ്സിൽ പറയാ, പക്ഷെ പുറത്തു പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ മോൻ അവൻ്റെ ഭാര്യയെ കൊണ്ട് ഇവളോട് മാപ്പ് പറയിക്കും. വേറെ പണി പോയി നോക്കടി. അപ്പോഴൊരു കാർ അങ്ങോട്ട് എരമ്പി വരുന്നുണ്ട്. അതിൽ നിന്ന് താണ്ട രോഷിനി ഇറങ്ങി വരുന്നു. അവൾ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയുന്നു, എൻ്റെ അച്ഛൻ്റെ ഔദാര്യം കൊണ്ട് ദുബായി പോയി, വലിയ കോടീശ്വരനായിട്ട് തിരിച്ചു വന്ന് വലിയ ബംഗ്ലാവും വാങ്ങി. അപ്പോഴാ അച്ഛൻ്റെ മകളായി എന്നെ വേണ്ട, കേന്ദ്രമന്ത്രിയുടെ മകളെ വേണം നിനക്ക് അല്ലേ? ആ രോഷിനി അങ്ങോട്ട് വന്നത് രാധമ്മയ്ക്കും രാജുവിനും ഐശ്വര്യയ്ക്കും ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്താ രാജു, എന്താ ഇവിടെ നടക്കുന്നത്? വലിയ അധികാരത്തിലാണ് രോഷിനി വന്ന് ചോദിക്കുന്നത്. ഇത് കണ്ടിട്ട് രാധമ്മ, ഓ ഇവള് വന്നേക്കുന്നു. ഇവൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഋതികയാണ് രാജുവിന്റെ ആദ്യത്തെ ഭാര്യയെന്ന് ഇവളെങ്ങാനും ഇനി ഐശ്വര്യയോട് പറയുവോ? എന്താ രാജു ഒന്നും മിണ്ടാത്തത്? ഉടനെ രാജു ചോദിക്കുന്നു, എന്താ രോഷിനി, എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾക്ക് രോഷിനിയോട് അഭിപ്രായം പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാനൊരു ബുക്കിൽ അടുത്ത ദിവസം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എഴുതി അങ്ങോട്ടങ്ങ് തരാം. എന്താ അതുപോലെ? രോഷിനി തിരിച്ചു തരുന്ന പോലെ അങ്ങനെ എൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാം. അയ്യോ, പേഴ്സണൽ കാര്യമായിരുന്നു. ഐ ആം സോറി രാജു, ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്താ സ്വാമി ഇത്? സ്വാമിയും ഋതികയും കൂടെ ഓഫീസിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്നോട് ഒരു വാക്ക് പറയണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ വിചാരിക്കും? സ്വാമി തന്നെ പറ. എന്ത് പറയണമെന്നറിയാം. നമ്മുടെ സ്വാമി ഇങ്ങനെ നിൽക്കുന്ന കണ്ടോണ്ട് പെട്ടെന്ന് രാജു, രോഷിനി, ഇത് സ്വാമിയുടെ തെറ്റല്ല. അപ്പോൾ നമ്മുടെ രാധമ്മ ഒരു കളിയാക്കലോട്, അപ്പം നമ്മുടെ രോഷിനി മോളൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ദാണ്ട ഈ ഐശ്വര്യ മോളുടെ എൻ്റെ മോൻ രാജുവിൻ്റെ എൻഗേജ്മെന്റ് വരാനിരിക്കുക. ഈ എൻഗേജ്മെന്റ് ഡ്രസ് ഇടാൻ ഒരു മോഡലിനെയും കൊണ്ട് വന്നതാണ് സ്വാമി. ഉടനെ രോഷിനി, അതെങ്ങനെ ശരിയാകും? ആ കുട്ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ഇവൾക്ക് എങ്ങനെ ഫിറ്റ് ആകും? സ്വാമി പറഞ്ഞു, അതിനെന്താ മേഡം, ആദ്യം ഈ കുട്ടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വേറൊരു മോഡലിനെ വെച്ച് നോക്കാമല്ലോ. പെട്ടെന്ന് സ്വാമി ആ ഡ്രസ്സ് തന്റെ ഋതിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട്, എളുപ്പം ഒന്ന് വന്നേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. സാറൂടെ വരണം എന്നും പറഞ്ഞ് രാജുവിനെയും വിളിച്ചോണ്ട് പോവുക. ആ അഹങ്കാരിയായ ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു, ആ പരട്ട പെണ്ണിട്ട ഡ്രസ്സ് ഒരിക്കലും ഞാൻ എൻഗേജ്മെന്റിന് ഇടാൻ പോകുന്നില്ല. അവളെ കൊണ്ട് ഞാൻ അതേ സെയിം ക്ലോത്തിൽ പുതിയൊരു ഡ്രസ്സ് തയ്പ്പിച്ചിരിക്കും. ഐശ്വര്യയുടെ മുഖത്ത് എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് രാധമ്മ, മോളെന്താ ആലോചിച്ച് നിൽക്കുന്നത്? അതല്ലമ്മേ, രാജുവിന് വേണ്ടി വേറൊരു മോഡൽ വന്നാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാനാ മോളെ, അവരൊക്കെ അങ്ങ് കൊച്ചിയിലല്ലേ, മോള് വന്നേ എന്നും പറഞ്ഞിട്ട് ഐശ്വര്യയും വിളിച്ചോണ്ട് അകത്തോട്ട് പോവുക. രോഷിനി അവിടെ നാണം കെട്ട് നിൽക്കുക. ഒരു പട്ടിയുടെ വില പോലും അവൾക്ക് കൊടുത്തില്ല. രോഷിനി മനസ്സിൽ പറ, രോഷിനി ഒരുപാട് ലേറ്റായി പോയല്ലോടി. രാജുവിൻ്റെ അമ്മ ഇവള് കയ്യിലെടുത്ത് കഴിഞ്ഞു എന്നും പറഞ്ഞ് പ്രതീക്ഷ കൈവിടുന്നില്ല. എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നതല്ലേ ഉള്ളു, അത് ഞാൻ മുടക്കാം. നാണ്ട നമ്മുടെ ഋതിക ആ ഡ്രസ്സ് ധരിച്ചൊരു മാലാഖ പോലെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് കണ്ടുകൊണ്ട് പ്രിയ ഒന്ന് ഞെട്ടി. അമ്മേ അങ്ങോട്ട് നോക്കിക്കേ. രാധമ്മയും നോക്കി ഒന്ന് ഞെട്ടി. ഐശ്വര്യയും ഞെട്ടി. പക്ഷേ ഐശ്വര്യയ്ക്ക് ഭയങ്കര കുശുമ്പ്. ഈ സമയം ആ രോഷിനി പോകാതെ അവിടെ മറിഞ്ഞു നിന്ന് ആ ജനലിക്കൂടി ഇത് കാണുന്നുണ്ട്. ഋതിക ആ ഡ്രസ്സിലിങ്ങോട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോൾ വേണുവേട്ടൻ്റെ മുഖത്തെ ഒരു സന്തോഷവും ഒരു ചിരി. അതാണ്ട് നമ്മുടെ രാജുവും അതുപോലെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് വരുന്നുണ്ട്. ഋതിക ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി ഇങ്ങനെ താഴെ നിൽക്കുമ്പോൾ നമ്മുടെ രാജു മണവാളനെ പോലെ ഒരുങ്ങി മുകളിൽ നിന്ന് ഇങ്ങനെ വരുവാണ്. ആ സമയത്ത് ഒരു കല്യാണത്തിൻ്റെ നാദസ്വര കച്ചേരിയൊക്കെ കേൾക്കുന്നുണ്ട്.
രാജുവും ധൃതിയും ആ ഡ്രസ്സ് നിൽക്കുമ്പോൾ ആ ഐശ്വര്യയ്ക്ക് കരച്ചിൽ വരുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന രോഷിനിയോ ദേഷ്യം കൊണ്ട് അവിടെ കണ്ണിങ്ങനെ ചുമന്ന് തുറിച്ച് നോക്കി നിൽക്കുവാണ്. രണ്ടുപേരെയും ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷത്തോടെ വേണുവേട്ടൻ പറയാം, രണ്ടുപേരെയും കണ്ടാൽ നോക്കി നിന്നു പോവും, അത്രയ്ക്ക് ചേർച്ചയാ. രാജു ഓട്ടക്കണ്ണിട്ട് ഋതികയെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ വേണുവേട്ടന്റെ ആ കമന്റ്സ് രാധമ്മയ്ക്കോ പ്രിയയ്ക്കോ ഐശ്വര്യയ്ക്കോ തീരെ ഇഷ്ടപ്പെട്ടില്ല. എടി രാധമ്മ, എന്താ കളർ കോമ്പിനേഷൻ, അതാ ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്ന കണ്ടുകൊണ്ടാണ് വേണുവേട്ടൻ അങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയത്. നമ്മുടെ സ്വാമി അപ്പോൾ ഒരു ജോക്കാണോ സത്യമാണോ എന്നറിയാം. രാജു സാറെ, ഇപ്പൊ കണ്ട രാജു സാറിനെ ഒരു യുവരാജാവിനെ പോലെ, ഈ കുട്ടി ഒരു യുവറാണിയെ പോലെയും തോന്നുന്നു. രാജുവിന്റെ മനസ്സ് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ സ്വാമി പറയാം, രണ്ടുപേരും ഒന്ന് ചേർന്ന് മടിച്ചു നിൽക്കാതെ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ രാജു താണ്ട രാധമ്മയെ നോക്കി പേടിച്ചോണ്ടിങ്ങനെ നിൽക്കുന്നു. ഋതികയും ഇങ്ങനെ അടുത്ത് നിൽക്കുക. അങ്ങനെ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോ സ്വാമി എടുത്ത്. രാധമ്മയാണെങ്കിൽ ഇങ്ങനെ പല്ല് കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുക. ഐശ്വര്യയുടെയും രോഷിനിയുടെയും കാര്യം പിന്നെ പറയാനില്ലല്ലോ, അവരേത് അവസ്ഥയിലായിരിക്കുമെന്ന്. പക്ഷെ ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ വേണുവേട്ടനാണ്. സ്വാമി പറയുന്നുണ്ട്, രാജുവിൻ്റെ ഡ്രസ്സിൽ ഒരു ബട്ടൺ ഇളകിയിരിക്കുന്നുണ്ട്. ഋതിക പറയുക, ഈ ഡ്രസ്സിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഈ രണ്ട് ഡ്രസ്സിലും വർക്കുകൾ ഇനിയുണ്ട്. അപ്പോഴുടനെ ഐശ്വര്യ, ഈ ഡ്രസ്സിൽ നീ ഇത്ര ഭംഗിയാകണമെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ എന്തോരം ഭംഗിയായിരിക്കും. അസൂയ തലയ്ക്ക് പിടിച്ചിരുന്ന ഐശ്വര്യ പറയുക, ഈ ഡ്രസ്സിൽ നിനക്ക് എന്തോ ഒരു കുറച്ച് സൗന്ദര്യം തോന്നുന്നുണ്ട്. ഈ ഡിസൈനിൽ ഞാൻ പറഞ്ഞ ചില മാറ്റങ്ങൾ വരുത്തണം. അതിനെന്താ മാറ്റം വരുത്താമല്ലോ മാഡം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഋതിക പെട്ടെന്ന് മുകളിലോട്ട് കയറിപ്പോവുക. രാധമ്മയ്ക്കും ആർക്കും ഒന്നും മനസ്സിലായില്ല. അവരും അതിശയത്തോടെ മുകളിലോട്ട് നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഹൃദയം വീങ്ങി പൊട്ടി ഇങ്ങനെ രോഷിനി വെളിയിൽ നിൽക്കുന്നുണ്ട്. ഋതിക എന്തിനാണ് മുകളിലോട്ട് ഓടിപ്പോയെന്നറിയാവോ? സൂചിയും നൂലും എടുത്തുകൊണ്ട് വന്ന് ഋതിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് കണ്ട രാജുവിൻ്റെ ഷർട്ടിലെ ആ ബട്ടൺ ഇങ്ങനെ തുന്നിക്കൊടുക്കുക. രാജു ഇങ്ങനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. ആ ഒരു നിമിഷം രാജു രാധമ്മയോ പ്രിയയോ ആരെയും ഓർക്കുന്നില്ല. അവൻ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമാണ് അവൻ്റെ പ്രാണപ്രിയയുടെ ആ കൈകൾ അവൻ്റെ നെഞ്ചോടെ ചേർന്ന് നിന്ന് ആ ബട്ടൺ തയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഒരു കാഴ്ച ആ നിൽക്കുന്ന ആർക്കൊക്കെ ഇഷ്ടപ്പെടും, ആരുടെയൊക്കെ നെഞ്ചിൽ തീ കോരിയിടും. അത് നമ്മുടെ സത്യമായിട്ടും വേണുവേട്ടനില്ല. വേണുവേട്ടൻ്റെ മനസ്സിൽ കുളിർമഴയും പൂമഴയാണ് പെയ്യുന്നത്. നമ്മുടെ രാജുവിനും അതേ അവസ്ഥയാണ്. പക്ഷേ രാജുവിന് അത് തുറന്നു കാണിക്കാൻ പറ്റില്ലല്ലോ. ത്രിശങ്കു സ്വർഗത്തിലെന്ന പോലെ രാജു ഇങ്ങനെ നിൽക്കുവാണ്. അമ്മയെ വേദനിപ്പിക്കാനോ പിണക്കാനോ പറ്റില്ല. പക്ഷേ ഋതികയെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൻ്റെ പ്രാണൻ്റെ പ്രാണനാണ് ഋതിക. ഋതിക ഇല്ലെങ്കിൽ രാജുവില്ല, രാജുവില്ലെങ്കിൽ ഋതികയില്ല. അങ്ങനെയാണ് അവരുടെ ജീവിതം. ഈ നടന്ന രംഗങ്ങളൊക്കെ കണ്ട് ആ ഐശ്വര്യയുടെ മനസ്സിൽ എന്തൊക്കെ സംശയം തോന്നും. ആ രോഷിനി ഈ എൻഗേജ്മെൻറ്റ് മുടക്കാൻ എന്തൊക്കെ നോക്കും. അവളുടെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ തീജ്വാല ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രതികാരവുമായി അവൾ എന്താണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ അറിയാൻ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.